വനിതാ ചിങ്കാരമേളം നിയന്ത്രിക്കുന്ന കിച്ചുവിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കിച്ചുവിന്റെ ഭാര്യ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മേ ശരണം ദേവി ശരണം. അതുപോലെ ആനയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുറച്ച് മാറി നിന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരാതിരിക്കും. അമ്മേ ശരണം ദേവി ശരണം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് സ്കിറ്റ് നന്നാവാൻ വേണ്ടി 1001 രൂപ നേർച്ച നേടി. മണിക്കുട്ടൻ ചവറ നന്ദി, മണിക്കുട്ടൻ ചവറ നന്ദി. അമ്മേ ശരണം ദേവി ശരണം. ചേട്ടാ കൗണ്ടർ എവിടെയാണ്? കൗണ്ടർ ഇല്ലാത്തോണ്ടൊക്കെ പറയേണ്ടി വന്നത്. നേർച്ച കൗണ്ടർ എവിടെയാണ്? അല്ല, നേർച്ചയായിട്ട് കൗണ്ടർ അടിക്കണ്ട, കൗണ്ടർ പറഞ്ഞ അടിച്ചാ മതി. വെടി വഴിപാട് നടത്തുന്ന കൗണ്ടർ എവിടെയാണെന്നറിയാമോ? നല്ലാണെങ്കിൽ അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു. എന്താ വേണ്ടത് ഇപ്പം? എന്റെ ഭാര്യയെ കാണുന്നില്ല, ആണോ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. പറ, അനൗൺസ്മെന്റ് ചെയ്യണോ? ഒന്ന് അനൗൺസ് പറ, പേര് പറ. ആർച്ച. ആർച്ച. സ്ഥലം വെമ്പായം. വെമ്പായം. സോറി സാർ, വട്ടപ്പാറ എന്ന് പറയണം. അല്ല, വട്ടപ്പാറയ്ക്ക് അടുത്തല്ലേ വെമ്പായം? പേരെന്തായിരുന്നു? ശ്രീദേവി. 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 സ്ഥലം വട്ടപ്പാറ. വട്ടപ്പാറ. പെട്ടെന്ന് പറയട്ടെ, ഭാര്യയെ കണ്ടുപിടിക്കണ്ടേ. ചേട്ടന്റെ പേര്? മണിക്കുട്ടൻ. പറയാം. ശ്രീദേവി എന്ന് വന്ന വട്ടപ്പാറയെക്കാത്ത് മണിക്കുട്ടൻ സ്റ്റേജിന്റെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അല്ല, വട്ടപ്പാറയെക്കാത്ത് ശ്രീദേവി ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അല്ല, മണിക്കുട്ടനെക്കാത്ത് വട്ടപ്പാറ നിൽപ്പുണ്ട്. പറയട്ടെ, അവിടെ ഇരുന്നാൽ മതി. ഇയാൾക്ക് വട്ടാന്നാവുന്നത്. ഇയാളുടെ ഭാര്യ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയേണ്ടതാണ്. അമ്മേ ശരണം ദേവി ശരണം. ഇയാൾക്ക് വന്ന് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലേ. നീ ഇതോടെ പോയി കിടന്ന്? ചേട്ടാ, ഞാൻ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചു ചേട്ടാ, പക്ഷെ അത് കൈവിട്ടു പോയി. എവിടെ എന്താ അറിഞ്ഞൂടാ. വാവിട്ട കൗണ്ടറും കൈവിട്ട ഹൈഡ്രജൻ ബലൂണും പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അതെ, ചേട്ടന്റെ കയ്യിൽ ഒരു ആനവാൽ മോതിരം ഉണ്ടായിരുന്നില്ലേ? ചേട്ടാ, ഞാൻ ഇവിടെ മുഴുവനും അന്വേഷിച്ചേട്ടാ, അതുപോലെ തുറന്ന കിട്ടുന്നില്ല. ആനയെ കിട്ടുന്നില്ല, പിന്നെ അങ്ങനെ ആനവാൽ മോതിരം കിട്ടുന്നത്? അതൊന്നും കിട്ടത്തില്ലടി, അതൊക്കെ പണ്ട് നമ്മൾ മേടിച്ചിട്ടിരുന്നല്ലേ. അതെ, ഇതിനെന്തൊക്കെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി തൊട്ട് തീണ്ടത്തില്ല. പെട്ടെന്ന് വെല്ലും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഒന്ന് പേടിക്കും. പിന്നെ ഇതെന്റെ അച്ഛന്റെ വഴിയുള്ള അമ്പലമാണ്. അപ്പൊ കുടുംബക്ഷേത്രമാണോ? അല്ല, ഈ വഴിക്ക് പോയാ എന്റെ അച്ഛന്റെ വീടാണ്. 5 കിലോമീറ്റർ പോയാ മതി. ഭക്തജനങ്ങളിലെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്റെയാണോ? എന്ന നാടകം ഇന്ന് രാത്രി 9:30 ഉണ്ടായിരിക്കണ്ട. അമ്മേ ശരണം ദേവി ശരണം. നിന്റെ ഇല്ല, ഈ ചമ്മല് മാറ്റാൻ വേണ്ടി ഒരു കമ്മല് വാങ്ങിച്ചു തരട്ടെ. ഭക്തജനങ്ങളിലെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നവരെ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല, ഒന്നൊരു അറിയിപ്പ്. അമ്മേ ശരണം ദേവി ശരണം. അടിപൊളി. ഓ, എന്തോരം ലൈറ്റാ ചേട്ടാ ഈ പ്രാവശ്യം ഉത്സവത്തിന്. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്താ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നടക്കുന്നത്? ഞാനൊരു തലതിരിഞ്ഞവനാടി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിന്റെ തൊളയിൽ ഇങ്ങനെ തോണ്ടിട്ട് പോയ ആ ചെക്ക് ഷർട്ടുകാരൻ ആരാന്ന്? എന്റെ ദൈവത്തിനാണ് എനിക്ക് അയാൾ അറിയാൻ പാടില്ല. സത്യം പറയടി. എന്റെ ചേട്ടാ, അയാൾ എന്നെ തട്ടിയിട്ടില്ല. നിന്റെ ദേഹത്താൻ തട്ടിയില്ല, നീ അവനെ തട്ടിയൊന്നും അറിയണമല്ലോ. സത്യമായിട്ടും തട്ടിയിട്ടില്ല കേട്ടാ. നാണക്കേടല്ലേ നിങ്ങൾക്ക്? പിന്നെ എന്നെ സംശയമാണ്. സംശയമല്ല, പിന്നെ ഒരു കൺഫർമേഷൻ അതിന് വേണ്ടിയാണ്. ഇങ്ങോട്ട് വന്നേ. എന്റെ ദേഹത്ത് ആരും തട്ടിയിട്ടില്ല. തട്ടിയിട്ടില്ലയോ? എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ്. നിങ്ങൾ എന്നെ ഇതിനു വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത്? നിങ്ങൾ എന്തിനാ ആ വളക്കടയിൽ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ ഉത്സവപ്പറമ്പിൽ ഭർത്താക്കന്മാർ ഭാര്യയെ കൊണ്ടുവരുന്നു അവന് വളയ്ക്കാനാണോ? അതുകൊണ്ട് അവന് ചെക്കൽ തീർത്തൊന്നു കൊടുത്തത്. വളക്കാനാ? ആ, മണ്ടക്കാശ്രമത്തിൽ അവിടെ എഴുതിച്ചേക്കാം വളക്കടാന്ന്. ചേട്ടാ, അത് വളക്കടാന്നല്ല, വളക്കട, വളയുടെ കട. എന്തായാലും കൊടുത്തു. എന്തൊരു കഷ്ടമാണ്, ഇതൊന്നും കാണുന്നില്ലേ? അത് ശരി. സീരിയൽ ബൾബ് ഇടാൻ വന്നവനെ പോലും വെറുതെ വിടത്തില്ലല്ലേ? ഞാനിവിടെ തൂട് പോലെ നിൽക്കുമ്പോ നീ എന്തിനാടി അവനോട് പറയുന്നത്? ഇറങ്ങി വാങ്ങോട്ട്. ചേട്ടാ, അമ്പലപ്പുറം പതുക്കെ പറ. ഹലോ, ഹായ്. എന്തുവിടെ? ഞാൻ പിന്നെ ആരാടി അനാവശ്യമായി നിനക്ക് ഹായ് തന്നിട്ട് പോയത്? ചേട്ടാ, അത് നമ്മുടെ വീട്ടില് പത്രം ഇടുന്ന കൊച്ചാ. പത്രം ഇടുന്ന കൊച്ചോ? എന്നിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ 10 മണിക്കല്ലേ എഴുന്നേക്കുന്നത്? അവൻ 6:30 പത്രം ഇട്ടിട്ട് വീട്ടിൽ പോകും. നാളെ 5 മണി തൊട്ട് എണീക്കണം. സത്യം പറയും, അവൻ നീയുമായിട്ട് എന്താ നിനക്ക് ബന്ധം? പത്രം എടുത്ത് ചേട്ടൻ വായിക്കും, അത് തന്നെ ബന്ധം. പത്രം കട്ട്. ഇനി പത്രവും വേണ്ട, പാലും വേണ്ട, ഒരു കുന്തവും വേണ്ട. എന്തൊരു
കഷ്ടമാണ് ദൈവമേ. കഷ്ടമാണല്ലേ? ആ കഷ്ടമാ. പോകാം, ഈ അമ്പലത്തിൽ നിക്കണ്ട, പോവാ, അത് തന്നെ നല്ലത്. അമ്പലത്തിൽ നിന്ന് പോകാനോ? എടി അയ്യോ ദേ ജാനകി കൂട്ടുകാരി വരുന്നുണ്ട്, മിണ്ടല്ലേ. എടി ജാനകി എന്തോ അയ്യോ, എത്ര നാളായി കണ്ടിട്ട്. കഴിഞ്ഞ വർഷം ഉത്സവത്തിനല്ലേ ആ, സുഖമാണോ അതൊക്കെ? ചേട്ടാ ഇത് ഞാൻ പറഞ്ഞു ജാനകി. ജാനു എപ്പോഴും പറയും ജാനകിയുടെ വിവരം. അതെ അതെ അതെ. സത്യം പറഞ്ഞ ഇവളൊരു കമ്പനി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാനും എന്റെ കമ്പനിക്കാരനെ തപ്പി നടക്കാണ്. അല്ല ഞാനേ ഉദ്ദേശിച്ച എനിക്ക് കൂട്ട് ഞങ്ങള് ഭയങ്കര കമ്പനിയായിരുന്നു. അത് പിന്നെ ഹസ്ബൻഡ്. ആ ഹായ് ചേട്ടാ, സുഖല്ലേ? എന്താ അതിനെന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ റീയൂണിയന് വരാത്തെ? അഭിലാഷ്, രാജേഷ്, സുമേഷ്, മഹേഷ് ഇവരെല്ലാരും നിന്നെ അന്വേഷിച്ചു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ചേട്ടന്. അല്ലേ ചേട്ടാ, തിരക്കായിരുന്നു. അയ്യോ, അപ്പൊ ചേട്ടനാണോ വിടാത്തത്? കഷ്ടമായി പോയി ചേട്ടാ. ചേട്ടൻ എന്താ വിടാത്തത് റീയൂണിയന്? അവള് റീയൂണിയന് വരാത്തത് കൊണ്ട് എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നു. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ റീയൂണിയനായി അങ്ങ് പോയേനെ. എന്തോ ചേട്ടാ ഇത്? റീയൂണിയൻ നടക്കുന്നതൊക്കെ എനിക്കറിയാം. ഓക്കെ, എന്താ പേരെന്ന് പറഞ്ഞേ? പറയത്തില്ല. അങ്ങനെ ഒരു പേരുണ്ടോ? അതുകൊണ്ടല്ല, ഞാനത് പറയത്തില്ല. പിന്നെ ചേട്ടാ നിപുണൻ. നിപുണൻ നിങ്ങളോട് പറയത്തില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? എന്തോ ചെയ്യാനാ, വിധി അനുഭവിക്കുക. എടി എടി അതെ, നാളെ രാമചന്ദ്രൻ വരുന്നുണ്ട്. സത്യം, നീ വരുവേ കാണാൻ? പിന്നെ ഉറപ്പായിട്ട് വരും. എടി പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ആണോ? ഓ സത്യം. എനിക്ക് എന്തായാലും അവനെ കാണണം. ആരാടി രാമേന്ദ്രൻ? എല്ലാ വർഷവും വരുന്നതല്ലേ അവൻ. അപ്പൊ എല്ലാ വർഷവും ഈ ഉത്സവത്തിന് വരുന്നത് രാമേന്ദ്രനെ കാണാനാണ് നീ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. ചേട്ടാ, എല്ലാ വർഷവും വരുന്ന ആനയാണ് രാമേന്ദ്രൻ. എത്ര പൈസ എന്റെ ദേഷ്യം വന്നു. മംഗലത്ത് കൊന്ന് രാമചന്ദ്രൻ ഇവിടെ എഴുന്നള്ളത്തിന് വരണ ആനയാണ്. എല്ലാ വർഷവും വരും. അങ്ങനെയാണ് ആനയുടെ കൂടെ പാപ്പാനും കാണും. നിന്റെ കണ്ണ് ആനയിലാണെങ്കിൽ എന്റെ കണ്ണ് പാപ്പാനിലായിരിക്കും. ഇതെന്താ ഇങ്ങനെയൊക്കെ വാച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തുവാടി നിന്റെ ചേട്ടൻ ഇങ്ങനെ? നീ ഇതെങ്ങനെ സഹിക്കണ്? കഷ്ടമാണ്. ഈ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തുടങ്ങിയ സംശയം. നേരെ ഒന്ന് വെളുത്തു കഴിഞ്ഞാ പത്രക്കാരൻ, പാൽക്കാരൻ, മീൻകാരൻ, അപ്പുറത്തുള്ള സജി, രമേശ്, സുമേഷ് ഇവരോടൊക്കെ ഒരു 10 മിനിറ്റ് സംസാരിച്ച അന്നത്തെ ദിവസം തീർന്നു. മൊത്തം സംശയമാ. ഇവരുടെ എല്ലാവരുടെ അടുത്തും ഒരു 10 മിനിറ്റ് സംസാരിച്ചാ ചിലപ്പോ സംശയിച്ചെന്നിരിക്കും. അയ്യോ, അങ്ങനല്ലടി, അങ്ങനല്ല. അതെ, നിങ്ങളെന്തോ കൊടുക്കുന്ന രഹസ്യം പറയുന്നത്? പഴയ ആളുടെ രഹസ്യമാണെങ്കിൽ അത് എന്നെ കൊണ്ടൊന്ന് പറയണേ. അവിടെ കേസ് അങ്ങനെ ഒന്നുമല്ല ചേട്ടാ. ഇപ്പൊ കണ്ട സ്ഥിതിക്ക് നമുക്ക് എന്നാ ഒരു സെൽഫി എടുത്താലോ? എടുക്ക സെൽഫി എടുക്കാം. അതിന്റെ ആവശ്യമില്ല. എടുക്ക്. അതിന്റെ ആവശ്യമില്ല. നേരെ നിൽക്കുന്നത് നമ്മൾ കണ്ട് വാ ചേട്ടാ, ഒരു സെൽഫി എടുക്കാം. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലടോ. ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഈ ചേഷ്ടകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. റിലാക്സ്. നീ വീണ ഒരു ഫോട്ടോ. എന്താ സെൽഫി എടുക്കണോ അതോ നീ ബലാത്സംഗത്തിന് ശ്രമമാണോ? പിടിച്ചില്ലാണല്ലോ, ഞാൻ കണ്ടതാണല്ലോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കറിയില്ല, സത്യമായിട്ട് ചേട്ടാ പിടിച്ചില്ല ചേട്ടാ. കച്ചുകെട്ടി ഇറങ്ങിയൊക്കെയാണോ കണ്ടവരെ കെട്ടിപ്പിടി? ഞങ്ങൾ ആരും കച്ചുകെട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചു നേരത്തെ നിങ്ങൾ സംശയിക്കരുത്. നിനക്കത് രസമായിരിക്കും, എനിക്കത് അത്ര ചോദിക്കുന്നില്ല. അയ്യയ്യയ്യേ, അവൻ എന്റെ പെണ്ണുമ്പിളെ കയറി പിടിച്ചിട്ട് അവൻ അയ്യയ്യെന്ന് വെക്കുന്നു. അത് ഞാനല്ലോ വെക്കണ്ടോ? ഒറ്റ കീറിയാ കിട്ടുന്നല്ലോ. കയ്യൂക്കിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊരാളോടൊന്ന് ചോദിക്കണം. ആരോട് ചോദിക്കണം? പറയടി, ആരാടി ഇവൻ? സത്യം പറയടി. പൊട്ട ആരെങ്കിലും പെണ്ണുങ്ങളെ അടിക്കൂ? ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല. ഞാൻ ആണുങ്ങളെ തള്ളിപ്പോ പ്രശ്നം വരണ്ട, വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഉത്സവം ശാന്തമായിട്ടൊന്നും നടന്നോട്ടെ. ആന വരണ്ട. ആന വരണ്ടെന്നല്ല, പിന്നെ ആന വരട്ടെ. ആന വരണ്ടെങ്കിൽ പല ഭക്തജനങ്ങളെ ആന വരണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ ചേർന്നേറ്റെടുക്കുക, അല്ലെങ്കിൽ വിഷയം ഉണ്ടാകും. അയ്യോ, ഓടി വാ. അയ്യോ, കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നല്ലോ. ആന പോയാ? ആരാ ഇത്?
നീ അല്ലേ അത് അതാരാണ് അപ്പൊ ഈ ആന- ഏതാടി നീ? അല്ല, ആന പറഞ്ഞപ്പോഴേ. താരയാ? ആരാ? സത്യം പറഞ്ഞ ഇവളെ കാണാൻ വേണ്ടിട്ടല്ലേ നിങ്ങള് 10 ദിവസം നിങ്ങൾ എന്നെ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ എന്നെ സംശയിക്കരുത്. ഇല്ല, ഞാൻ സംശയിക്കും. ഞാൻ സംശയിക്കും പറയുന്നത് ഞാൻ. ആന വരണ്ടപ്പോൾ ഒരു കൈ കിട്ടി അതും പിടിച്ചോണ്ട് നീ ഓടി. നീയാണെന്ന് വിചാരിച്ചു. ആണോ? ഒരു കൈ കിട്ടിയപ്പോ നിങ്ങൾ പിടിക്കുമല്ലേ? ആ, നിന്റെ ബ്ലൗസ് അതേപോലത്തെ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് പറ്റിപ്പോയതാ. ഒന്നുമല്ല. നിങ്ങൾ എന്നെ വർഷങ്ങളായിട്ട് ചതിച്ചോണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി നിങ്ങൾ ഞാനോട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ കാല് പിടിക്കാം പ്ലീസ്, എന്നെ അവിശ്വസിക്കരുത്, സംശയിക്കരുത് പ്ലീസ്. കാല് പിടിക്കാം. കാല് പിടിച്ചാ? ആ കുനിയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനെ നിൽക്കുന്നു. അതെ, നിങ്ങളും ആ പെങ്കൊച്ചുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് എനിക്കറിയാം. ആണാ? ആഹാ. ഇങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ ആണുങ്ങളെ കൂട്ടിയിട്ട് എന്നെ സംശയിക്കുമ്പോ എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കാലെ കെട്ടി വീണിട്ടുണ്ട്. എന്റെ പൊന്നിയേട്ടാ എന്നെ സംശയിക്കല്ലേ സംശയിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നീ അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞില്ലേ? ശരിയാണ്, സോറി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ ബുദ്ധിമുട്ട്? ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നിങ്ങൾ എന്നെ സംശയിക്കും. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ആ, എന്നാ വാ വീട്ടിൽ പോ. ഓക്കെ. അതെ ചേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. ഞാനോ? ആ, എന്തിന്? എന്തിന്? ചേട്ടൻ ഇങ്ങോട്ട് വന്നൊരു കാര്യമുണ്ടെന്ന്. കൊച്ചെ ക്ലൈമാക്സ് കഴിഞ്ഞ പൊയ്ക്കോ. ആ, നിങ്ങളുടെ ക്ലൈമാക്സ് കഴിഞ്ഞായിരിക്കും, പക്ഷെ എന്റെ തുടങ്ങുന്നുള്ളൂ. ചേട്ടനെ ആന വരണ്ടപ്പോ എന്റെ കയ്യും പിടിച്ച് ഓടിയില്ലേ? എന്റെ കെട്ടിയവൻ അത് കണ്ടിട്ട് പറയാ, ഇത് നിന്റെ കള്ള കമ്മൂനല്ലേടി, ഇനി നീ അവന്റെ കൂടെ പോയി പുറത്തോളാൻ. ചേട്ടൻ വന്ന് കാര്യം പറഞ്ഞേ. അവൻ അങ്ങനെ പറഞ്ഞു? ആ, പറഞ്ഞേ. അവിടെ ഭർത്താവ് അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ഭർത്താവിന് നിന്നെ ഭയങ്കര സംശയമാണോ? ഭയങ്കര സംശയം. എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ചില നാറികൾ ഉണ്ടായാൽ എന്ത് ചെയ്യുമല്ലേ നമ്മൾ? ഇങ്ങനെയുള്ളവന്മാരുണ്ടായാലേ എന്ത് ചെയ്യുമെന്നാ ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പൊയ്ക്കോ, കഴിഞ്ഞു. എന്തെങ്കിലും പറഞ്ഞു ഓക്കെ ആക്ക് ചെല്ല്. കേട്ടാ, ആ, ഇതാണ് നല്ല ക്ലൈമാക്സ്. ഇവിടെ നിർത്താം. നിർത്തുന്നതാണ് നല്ലത്. വാ, പോവാം. നീ അടുത്ത ഉത്സവത്തിന് കാണാം.